കേരളത്തിലെ സമകാലിക വിഷയങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പതിവാണ്. ഇപ്പോൾ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായ മാറ്റങ്ങളും വെട്ടിനിരത്തലുകളും പാർട്ടിയിൽ നീറിപ്പുകയുകയാണ്. അതിനിടെയാണ് സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കാനായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകാരികമായി കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ സംസാരിക്കുന്നത്. അവരെ ഒഴിവാക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് യോഗം നിലവിൽ പരിഗണിച്ചിരുന്നത്. അത് സംസ്ഥാനത്ത് വലിയ ചർച്ചയായതുമാണ്. ശൈലജ പറയുന്നത് ഇങ്ങനെയാണ്: MLA-മാരിൽ ഭൂരിപക്ഷവും മന്ത്രിമാരും നിലവിൽ മത്സരിക്കട്ടെ എന്നാണ് തീരുമാനം. എന്നെ മാത്രം എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നായിരുന്നു ശൈലജയുടെ ചോദ്യം. തീർച്ചയായും അർത്ഥവത്തായ ചോദ്യമാണ്. എന്തിനാണ് ചിലരോട് മാത്രം അവഗണന? ശൈലജ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മട്ടന്നൂരുമായി വൈകാരിക ബന്ധമുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി എല്ലാവർക്കും വീണ്ടും മത്സരിക്കാൻ അവസരം നൽകുമ്പോൾ തന്നെ മാത്രം എന്തിനാണ് മാറ്റി നിർത്തുന്നത്? മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും ശൈലജ പറയുന്നുണ്ട്. ഇതിനൊടുവിലാണെങ്കിൽ പേരാവൂരിൽ മത്സരിക്കട്ടെ എന്ന യോഗത്തിൽ ധാരണയായത്. ഇതേക്കുറിച്ച് ശൈലജ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പേരാവൂരിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ പേരാണ് പട്ടികയിലുണ്ടായിരുന്നത്. അതായത് പേരാവൂരിൽ ശൈലജ തൃപ്തയല്ലെന്ന് ഉറപ്പിക്കാം. ഒരു നേതാവിന് സ്വാധീനമുള്ള മണ്ഡലം നൽകാതെ ഏതെങ്കിലും മണ്ഡലം ദാനം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് ഗുണമില്ല. അത് തിരിച്ചറിഞ്ഞിട്ടും ശൈലജ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അധികാര സ്ഥിരാകേന്ദ്രം മാറിക്കഴിഞ്ഞു. സ്ത്രീ പ്രാതിനിധ്യം കൂടാതെ ശൈലജയെ പോലെ പിണറായി സർക്കാരിൽ പേരെടുത്ത ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും മണ്ഡലം നൽകിയാൽ മതിയെന്ന് ചിന്തിക്കുന്നത് രാഷ്ട്രീയ ധാർഷ്ട്യം തന്നെയാണ്. നിലവിൽ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിയാകും. ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണായിരുന്നു ശ്യാമള. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരത്തിനിറക്കാനുള്ള ആലോചന CPM ഉപേക്ഷിച്ചു കഴിഞ്ഞു. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥികളാകില്ല. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരൊന്നും സ്ഥാനാർത്ഥികളാകില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ KK ശൈലജയെ നിർദ്ദേശിച്ചിരുന്നതാണ്. കേരളം വനിതാ മുഖ്യമന്ത്രിക്കായി കാത്തിരുന്നെങ്കിലും അതുണ്ടായില്ല. CPM മുഖങ്ങളെ വെട്ടിനിരത്തി മറ്റ് സഖാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവരുമ്പോൾ CPM ഇനിയും മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുകയാണോ എന്ന് സാധാരണ ജനങ്ങൾ വരെ ചിന്തിച്ചിട്ടുണ്ടാകും. ആലപ്പുഴയിലും കണ്ണൂരിലും CPM കോട്ടകളിലെ പ്രമുഖ CPM നേതാക്കളെ ചൊടിപ്പിച്ച് തിരിച്ചടി കിട്ടിയിരിക്കുന്ന വേളയിൽ CPM-ന് വിജയമുറപ്പിക്കാൻ ഇത് പ്രയാസകരമാകും. പാർട്ടിയോട് കൂറുപുലർത്തുന്ന മുതിർന്ന നേതാക്കളെ പിണക്കിയാൽ അടിത്തറ നഷ്ടപ്പെട്ട പാർട്ടി നേതൃത്വമായി കേരളത്തിൽ നിലനിൽക്കേണ്ടതായും വരും. നിലപാടുകളും തീരുമാനങ്ങളും അവസരത്തിനൊത്തു മാറ്റി വോട്ട് പിടിക്കുന്ന CPM-ന്റെ ഏർപ്പാട് ഇനി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് കേരളം വിധിയെഴുതാൻ ഒരുങ്ങുകയാണ്. സ്വന്തം സ്ഥാനത്തെക്കുറിച്ചും പ്രാതിനിധ്യത്തെക്കുറിച്ചും ബോധ്യമുള്ള CPM-ലെ നേതാക്കൾ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിലനിന്നു പോകാൻ തന്നെ പാർട്ടി ബുദ്ധിമുട്ടുമെന്ന് ഉറപ്പാണ്.